2 ചങ്കുണ്ട് 3 ചങ്കുണ്ട് എന്നൊക്കെ പറഞ്ഞ് നടന്ന ആളുകളാ. എപ്പോഴും വെല്ലുവിളിക്കുന്ന പ്രകൃതമാണ്. ആരെയും വെല്ലുവിളിക്കും, ആരോടും അട്ടഹസിക്കും. ആ പാർട്ടിയുടെ നേതാക്കള് ഇന്ന് 10 വോട്ടിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുന്ന കാഴ്ചയാണ് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും നവോത്ഥാന നായക പട്ടം എന്നുള്ള സ്വപ്നം പോയി. ഇനി ഒരു സ്വപ്നമേ അവശേഷിക്കുന്നുള്ളൂ. അവസാന ചാൻസാ. എങ്ങനെയെങ്കിലും മരുമകനെ മുഖ്യമന്ത്രിയാക്കണം, കുടുംബകാര്യങ്ങളൊന്ന് നേരെയാക്കണം, എന്നിട്ട് വേണമെന്ന് വിശ്രമിക്കാൻ. അതിനുവേണ്ടിയാണ് ഇപ്പോൾ ദേവസ്വം ബോർഡിനെ കൊണ്ട്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ കൊണ്ട് ഇതുവരെ കേട്ടിട്ടില്ലാത്ത തരത്തില് പമ്പയില് ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നത്. പക്ഷെ ഇതൊക്കെ വിശ്വസിക്കാൻ അയ്യപ്പ ഭക്തരെ, ശബരിമല വിശ്വാസികളെ ലഭിക്കുമോ എന്നുള്ളതാണ് പ്രധാന പ്രശ്നം. ഇനി ഒരിക്കൽ കൂടി ശബരിമലയെ ഭാഗ്യത്തിന് വിട്ടുകൊടുക്കാൻ, അല്ലെങ്കിൽ ശബരിമലയിലെ അയ്യപ്പന്റെ ചൈതന്യത്തിന് ദോഷം വരുന്ന എന്തെങ്കിലും ഒന്നിനെ പിന്തുണയ്ക്കാൻ കേരളത്തിലെ ശബരിമല വിശ്വാസികൾ തയ്യാറാകുമെന്ന് തോന്നുന്നില്ല. കാരണം അവർ പഠിച്ച പാഠങ്ങൾ അത്തരത്തിലുള്ളതാണ്.